السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد حي على الصلاة حي على الصلاة حي على الفلاح الله أكبر الله أكبر لا إله إلا الله. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا
يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. هو الذي أيدك بنصره وبالمؤمنين وألف بين قلوبهم لو أنفقت ما في الأرض جميعا ما ألفت بين قلوبهم ولكن الله ألف بينهم إنه عزيز حكيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പരമാവധി പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടി ജീവിക്കുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ നന്നായി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. അർഹമുർ-റാഹിമീനായ തമ്പുരാൻ നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെയേറെ പ്രാധാന്യത്തോടും വളരെയേറെ താൽപര്യപൂർവവും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് കൽപ്പിച്ച ഒരു പ്രധാനപ്പെട്ട സ്വഭാവ ഗുണമാണ് പരസ്പരമുള്ള സ്നേഹവും അതേപോലെ തന്നെ ഐക്യവും മാനസികമായ പൊരുത്തവും എല്ലാം. ഇസ്ലാമിന് ആ കാര്യത്തിൽ വളരെയേറെ നിർദ്ദേശങ്ങളും അത് പാലിക്കാതെ വരുന്ന സന്ദർഭങ്ങളിൽ അതിനുണ്ടായിരിക്കുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചുള്ള താക്കീതുകളും മുന്നറിയിപ്പുകളും ധാരാളമായി പ്രമാണങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്ലാം ഒരു നിഅമത്തായി അറേബ്യൻ സമൂഹത്തിന്റെ മുമ്പാകെ ഇസ്ലാം വന്ന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ പ്രബോധനത്തിന്റെ ഫലമായി ജനങ്ങൾക്കിടയിലുണ്ടായ മാറ്റത്തെ, അവർക്കിടയിലുണ്ടായ സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഏറ്റവും വലിയ അനുഗ്രഹത്തെ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇസ്ലാം എത്രമാത്രമാണ് ഒരു മനുഷ്യനിൽ സ്വാധീനിക്കുന്നത്. ഒരാൾ മുഅ്മിനായി കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹവും കരുണയും എത്രയാണ്. അത് മനസ്സിലാകാൻ അറബികൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പുള്ള അവരുടെ കഥയറിയണം. വിശുദ്ധ ഖുർആൻ അവരെ ഓർമ്മപ്പെടുത്തുന്നു, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾ ഓർക്കണേ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ ചൊരിഞ്ഞു തന്ന നിഅമത്ത്, അനുഗ്രഹം. എന്താണ് അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹം? ഇത് കുന്തും അഅദാഅ, നിങ്ങൾ പരസ്പരം ശത്രുതയിലായിരുന്നു, നിങ്ങൾ ശത്രുക്കളായിരുന്നു. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, എന്നിട്ട് അവൻ നിങ്ങൾക്കിടയിൽ, നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അവൻ ഇണക്കി. വഅസ്ബഹ്തും ബിനിഅമതിഹി, അല്ലാഹുവിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം അങ്ങനെ നിങ്ങളായിത്തീർന്നു. ഇഖ്വാന, നിങ്ങൾ പരസ്പരം നല്ല സഹോദരങ്ങളായി തീർന്നു. വകുന്തും അലാ ശഫാ ഹുഫ്റത്തിൻ മിനന്നാർ, നിങ്ങളൊരു തീയിലേക്ക് ചാടാൻ വേണ്ടി അഥവാ നരകക്കുണ്ടിന്റെ വക്കിലെത്തി നിൽക്കുകയായിരുന്നു. ഫഅൻഖദകും മിൻഹാ, അതിൽ നിന്നവൻ നിങ്ങളെ രക്ഷപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രബോധനത്തിന്റെ ഫലമായി ഒരു സമൂഹത്തിലുണ്ടായ മാറ്റമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ മുസ്ലിം സമുദായത്തെ ഓർമ്മപ്പെടുത്തുന്നത്. വളരെയേറെ ശത്രുതയിലും പരസ്പരം കടിച്ചു കീറിയിരുന്ന ഒരു സമൂഹത്തെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐക്യത്തിന്റെ, രഞ്ജിപ്പിന്റെ, ഒരുമയുടെ, സ്നേഹത്തിന്റെ, കരുണയുടെ, സൗഹാർദ്ദത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോയി. ശുദ്ധ ഖുർആൻ പറയുന്നു, ഇത് കുന്തും അഅദാഅ, നിങ്ങൾ ശത്രുക്കളായിരുന്നു. എത്രത്തോളമായിരുന്നു ആ ശത്രുത എന്ന് നമ്മൾ പലപ്പോഴും ചരിത്രത്തിൽ നിന്ന് പറയുമ്പോൾ കേൾക്കാറുള്ളതാണ്.
നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി പരസ്പരം കടിച്ചു കീറിയിരുന്നു അവർ. അധികം വലിയ കാരണം വേണ്ടതില്ല. താൻ പോരിമയുടെ പേരിൽ, പ്രമാണിത്വത്തിന്റെ പേരിൽ അഹങ്കാരവും ഗർവും കാണിച്ചുകൊണ്ട് ജീവികളോട് വരെ പലപ്പോഴും കരുണ ചെയ്യാതെ തന്റെ സഹോദരനായ അഥവാ മറ്റൊരു അറബിയുടെ ഒട്ടകം തന്റെ ഒട്ടകത്തിന് വേണ്ടി മാത്രം നിശ്ചയിക്കപ്പെട്ട വെള്ളത്തടാകത്തിൽ നിന്ന് ദാഹിച്ചു വലഞ്ഞ മറ്റേയാളുടെ ഒട്ടകം ഒരിറുക്ക് വെള്ളം കുടിച്ചെങ്കിൽ ആ മിണ്ടാപ്രാണി ചെയ്ത ആ ഒരു കാര്യത്തിന്റെ പേരിൽ ചേരിതിരിഞ്ഞ് കബീലകളും ഗോത്രങ്ങളും ഒക്കെ പരസ്പരം ചേരിതിരിഞ്ഞ് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന രക്തച്ചൊരിച്ചിലുകൾ നടത്തിയിരുന്ന ഒരു സമൂഹം. അത്രത്തോളം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ലാതെ, ഒരുമയില്ലാതെ, കരുണയില്ലാതെ ആ നിലക്ക് കടിച്ചു കീറിയിരുന്ന ശത്രുക്കളായി കഴിഞ്ഞിരുന്ന ഒരു സമൂഹം ഔസും ഖസറജുമൊക്കെ. ആ നിലക്കുണ്ടായിരുന്ന ഒരു സമൂഹത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സത്യത്തിന്റെ ആശയം അവരെ നന്നായി ധരിപ്പിച്ചു. അവരിൽ ഈമാനുണ്ടായി. ഈമാനിന്റേതായ അവരുടെ ഹൃദയത്തിൽ ഈമാൻ ആഴ്ന്നിറങ്ങി എന്നതിന്റെ പുറമേക്കുള്ള വ്യക്തമായ മാതൃകകൾ കാണാൻ തുടങ്ങി. അങ്ങനെ പരസ്പരം കടിച്ചു കീറിയിരുന്ന നിസ്സാരമായ കാര്യത്തിന് വേണ്ടി ജന്തുക്കൾ, ഒരു ജന്തു തന്റെ ഒട്ടകത്തിന്റെ വെള്ളം കുടിക്കുന്ന ഭാഗത്ത് നിന്ന് വെള്ളം കുടിച്ചാൽ വരെ അതുവരെ ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന സമൂഹം പിന്നെ വല്ലാത്തൊരു സ്നേഹത്തിലായി. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇത് കുന്തും അഅദാഅ ഫഅല്ലഫ ബൈന ഖുലൂബികും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനാ. നിങ്ങൾ വലിയ ശത്രുക്കളായിരുന്നു പരസ്പരം, എന്നിട്ട് അവൻ നിങ്ങളെ ഇണക്കി. ആ ഇണക്കത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആ ഇണക്കം ഒരു മനുഷ്യന് ഭൗതിക ലോകത്തുള്ള ഒരു ഉപകാരങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഇണക്കാൻ കഴിയുന്ന ഇണക്കമല്ല. അതാണ് ഞാൻ നിങ്ങളെ ഓതിക്കൽപ്പിച്ച ആദ്യത്തെ ആയത്തിൽ കാണാം. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയാണ്, ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ. അല്ലാഹു അത്രേ നിന്നെ സഹായിച്ചവൻ അവന്റെ സഹായം മുഖേന, മുഅ്മിനീങ്ങൾ മുഖേനയും. വഅല്ലഫ ബൈന ഖുലൂബിഹിം, അവർക്കിടയിൽ, അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ അല്ലാഹു യോജിപ്പുണ്ടാക്കി. ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം. ലൗ അൻഫഖ്ത, നബിയെ താങ്കൾ ചെലവഴിച്ചാലും, മാ ഫിൽ അർളി ജമീഅൻ, ഭൂമിയിലുള്ളത് മുഴുവൻ ചെലവഴിച്ചാലും, മാ അല്ലഫത് ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ സാധ്യമല്ലായിരുന്നു. വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും, ലോകത്തുള്ളത് എന്ത് കൊടുത്താലും അവർ യോജിക്കുമായിരുന്നില്ല. പക്ഷേ ഇസ്ലാം വന്നപ്പോൾ അവർ യോജിച്ചു. ഇസ്ലാമിലൂടെ അവരിൽ ഒരുമയുണ്ടായി. അള്ളാഹുവാണ് അവരെ പരസ്പരം കൂട്ടിയിണക്കിയത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. സുഹൃത്തുക്കളെ, വളരെയേറെ ശത്രുതയിലായിരുന്ന ഒരു സമൂഹം പിന്നീട് ആരായി? ചരിത്രത്തിൽ നമുക്ക് ലോകത്തെവിടെയും കേട്ടുകേൾവിയില്ലാത്ത നിലക്കുള്ള സ്നേഹത്തിന്റെ ആളുകളായി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ മുഹാജിറുകളായ പാവങ്ങളായ ആളുകളെ സഹായിക്കുന്നതിൽ മദീനക്കാരായ അൻസാറുകളായ സഹാബിമാര് കാണിച്ച സ്നേഹത്തിന് ലോകത്ത് വേറെ മാതൃകയില്ല. എല്ലാം വെടിഞ്ഞുകൊണ്ട്, മക്ക വിട്ടുകൊണ്ട് മദീനയിലെത്തിയ മുഹാജിറുകളായ അഭയാർത്ഥികളായ ഇസ്ലാമിന് വേണ്ടി എല്ലാം വെടിഞ്ഞു വരുന്ന ഒന്നുമില്ലാത്ത പാവങ്ങളെ സഹായിക്കാൻ തയ്യാറായ അൻസാറുകളുടെ ചരിത്രം ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ ഹദീസ് പണ്ഡിതന്മാരും അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആ സംഭവം രേഖപ്പെടുത്തി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിൻ റബീ റളിയല്ലാഹു തആല അൻഹു എന്ന അൻസാരിയോട് പറയുകയാണ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന സഹാബിയുടെ കാര്യം നിങ്ങൾ നോക്കണം. ഓരോരുത്തരെ കേൾപ്പിക്കുകയാണ്. മദീനയിലുള്ള അൻസാറുകളായ ആളുകളിൽ ഓരോരുത്തരെ ഏൽപ്പിക്കുകയാണ്. ആരുടെ കാര്യം? വന്നിട്ടുള്ള മുഹാജിരീങ്ങളുടെ കാര്യം. അങ്ങനെ സഅദ് ബിൻ റബീ റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സയ്യിദിനോട് പറഞ്ഞു, അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓരോരുത്തരെ പരസ്പരം ഇണക്കുകയാണ്. ആ അവസരത്തിൽ സഅദ് റളിയല്ലാഹു തആല അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അന അക്സറു അംവാല, ഞാനേറെ ധനമുള്ള ഒരു ധനാഢ്യനാണ്.
എന്റെ സ്വത്ത് നേർ പകുതിയായിക്കൊണ്ട് ഞാൻ വീതിച്ച് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നു. എന്റെ സ്വത്തിന്റെ പകുതി നിങ്ങൾക്കാണ്. അതേപോലെ എനിക്ക് 2 ഭാര്യമാരുണ്ട്. ആ 2 ഭാര്യമാരിൽ ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എങ്കിൽ പറഞ്ഞോളൂ, ഞാൻ അവരെ ത്വലാഖ് ചെയ്തു കൊള്ളാം. ഇദ്ദാകാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവളെ വിവാഹം കഴിക്കുകയും ചെയ്യാം, ഞാൻ സന്നദ്ധനാണ്. ഇതൊക്കെ ആത്മാർത്ഥമുള്ള വാക്കുകളാ, വെറുതെ പറഞ്ഞതല്ല. പക്ഷേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലാ വബാറകല്ലാഹു ഫീ അഹ്ലിക വമാലിക, അല്ലാഹു നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സമ്പത്തിലുമൊക്കെ ബർക്കത്ത് ചൊരിയട്ടെ. ഇപ്പോൾ എനിക്ക് നിങ്ങൾ അങ്ങനെ തരേണ്ടതില്ല. എനിക്ക് ആഗ്രഹം, എനിക്ക് ഇവിടുത്തെ മാർക്കറ്റ് എവിടെയാണെന്ന് കാണിച്ചു തരണം. അങ്ങനെ മാർക്കറ്റ് കാണിച്ചു കൊടുത്തു. അദ്ദേഹം കച്ചവടം ചെയ്തുകൊണ്ട് നന്നായി എന്നാണ് ഹദീസിൽ പറയുന്നത്. നോക്കുക, മനസ്സാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കിതാ ഞാൻ തരാൻ തയ്യാറാണ്. അത് വെറും പുറംപൂക്ക് പറയുന്നതല്ല, തയ്യാറാണ്. അത്രമാത്രം അവരതിന് തയ്യാറാകുന്നൊരവസ്ഥ. എഴുതി നോക്കൂ നിങ്ങൾ, അവരെ സംബന്ധിച്ച് എന്താ വിശുദ്ധ ഖുർആൻ പറയുന്നത്? വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في أنفسهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة. സ്വന്തം കാര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് പോലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ മാത്രം അവരുടെ മനസ്സിൽ സ്നേഹം അല്ലാഹു ഇട്ടുകൊടുത്തു. ഒക്കണം നിങ്ങൾ, തൊട്ടടുത്ത വീട്ടിലുള്ള അറബിയുടെ ഒട്ടകം വരെ ഇപ്പുറത്ത് നിന്ന് വെള്ളം കുടിച്ചാൽ അത് സഹിക്കാതിരുന്ന അറബി, അതുപോലും ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന മനുഷ്യൻ തന്റേതായ ആവശ്യങ്ങളും തന്റെ കുട്ടികളുടെ ആവശ്യങ്ങൾ വരെ മാറ്റിവെച്ചുകൊണ്ട് തന്റെ സഹോദരന് വേണ്ടി എല്ലാ ത്യാഗങ്ങളും സഹിക്കാൻ തയ്യാറായി എന്ന് പറയുമ്പോ അത് പറയാനും എഴുതാനുമേ ഇക്കാലഘട്ടത്തിൽ കഴിയൂ. അത് പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരാൻ ഇന്ന് കഴിയില്ല. അത്രത്തോളം വലിയ സ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകയാണ് കാണിച്ചത്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവം കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് വന്നു. അയാൾ വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, ഒന്നിനും ഗതിയില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചു. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിലേക്ക് പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാര് പറയുന്നു, മാ മഅനാ ഇല്ലൽ മാ, ഇന്നിവിടെ പച്ചവെള്ളമല്ലാതെ വേറൊന്നുമില്ല നബിയെ. ഒരാൾക്ക് കൊടുക്കാൻ നമ്മൾക്ക് തന്നെ ഒന്നുമില്ല, ഇവിടെ വെള്ളം മാത്രമുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, നബി മടങ്ങി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മൻയദും ഔ യുളീഫു ഹാദാ, നമ്മുടെ ഈ സഹോദരന് ഇന്നത്തെ ദിവസം അയാളെ ഒന്ന് കൊണ്ടുപോയിട്ട് അയാൾക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാൻ ആരാ തയ്യാറുള്ളത്? ഫഖാല റജുലുൻ മിനൽ അൻസാരി, അതാ അൻസാരികളിൽപ്പെട്ട ഒരു സഹോദരൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, ഞാൻ തയ്യാറാണ് നബിയെ, ഞാൻ തയ്യാറാണ്. കേട്ടാൽ വിചാരിക്കും ഇയാൾ വലിയ മുതലാളിയാണോ, വലിയ സമ്പന്നനായിട്ടാണോ? കേട്ടോളൂ. ഫന്തലഖ ബിഹി ലംറതിഹി, അങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യനെ അങ്ങനെ അദ്ദേഹം തന്റെ ഭാര്യന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ഭാര്യയോട് സ്വകാര്യമായി പറയുന്നു, അക്രിമി ലൈഫ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു അതിഥി ഉണ്ട് ഇന്ന് നമുക്ക് കിട്ടിയിട്ട്, ആ അതിഥിയെ നീ മാനിക്കണം, ആ അതിഥിയെ നീ സൽക്കരിക്കണം എന്ന് ഭാര്യയോട് നേരത്തെ ചെന്ന് പറഞ്ഞപ്പോ ആ ഭാര്യ അവരോട് പറയുന്നു, മാ ഇൻദനാ ഇല്ലാ ഖൂതു സിബിയാനി, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണമല്ലാതെ ഇന്ന് നമ്മുടെ വീട്ടിൽ യാതൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെന്ന് ഇസ്ലാം കേട്ട് പഠിച്ചുകൊണ്ട് കരുണ തിളച്ചു മറിയുന്ന ഹൃദയത്തിന്റെ ഉടമയായ ആ സ്വഹാബി ഭാര്യയോടപ്പോൾ ഒരു തന്ത്രം പറയുന്നു, ഹയ്യീ ത്വആമകി, ഉള്ള ഭക്ഷണം നീ ഉണ്ടാക്കിക്കോ, എന്നിട്ട് നീ വിളക്ക് കത്തിച്ചു വെക്കണം. വനവ്വിമി സിബിയാനകി, കുട്ടികളെയൊക്കെ നീ ഇദാറാദു അശാൻ, ഒരു ഭക്ഷണത്തിന്റെ സമയത്ത് നീ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നീ അവരെ ഉറക്കിക്കിടത്തണം. അങ്ങനെ നീ ഉള്ള ഭക്ഷണം തയ്യാറാക്കിയിട്ട് മക്കളെ ഉറക്കിക്കിടത്തിയിട്ട് നീ വിളക്കും കൊളുത്തി കാത്തിരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ അതിഥിയെ ഈ അൻസാരിയായ സ്വഹാബി വീട്ടിൽ കൊണ്ടുപോകുന്നു. ഫഹയ്യഅത് തആമഹാ, അവർ ഉള്ള ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്, വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. വനവ്വമത് സിബിയാനഹാ, കുട്ടികളെയൊക്കെ എന്തൊക്കെയോ തന്ത്രം പറഞ്ഞു കിടത്തി ഉറക്കിയിരിക്കുന്നു. സുമ്മ ഖാമത്ത്, അങ്ങനെ ഈ അതിഥി വന്നങ്ങ് ഇരുന്നപ്പോ ഭക്ഷണപാത്രം കൊണ്ടുവന്ന് വെക്കുന്നതിന്റെ മുമ്പ് ഈ സഹോദരി ഒരു തന്ത്രം പ്രയോഗിക്കുന്നു. സുമ്മ ഖാമത്ത്, പിന്നെ ആ സ്ത്രീ അങ്ങ് എഴുന്നേറ്റു. കഅന്നഹാ
തുസ്ലിഹു സിറാജഹാ, എന്തോ വിളക്കിന് കേടുണ്ട് എന്ന പോലെ കാണിച്ചുകൊണ്ട് ഫഅത്ഫഅതുഹു, വിളക്കങ്ങ് കെടുത്തിക്കളഞ്ഞു. വിളക്കങ്ങ് കെടുത്തിയിട്ട് വിളക്ക് നന്നാക്കാൻ കൊണ്ടുപോകുന്നത് പോലെ വിളക്കങ്ങ് എടുത്തു കൊണ്ടുപോയി കെടുത്തിക്കളഞ്ഞു. ഈ വന്ന അതിഥിയെ ഇങ്ങനെ കാണിക്കുന്നു. അവർ രണ്ടാളും ഭക്ഷിക്കുന്നത് പോലെ ഇങ്ങനെ ഇരുട്ടല്ലേ, നേരിയ ഒരു വെളിച്ചത്തിൽ ഈ അതിഥിയും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ ഭാര്യയും ഭർത്താവും ഭക്ഷണം കഴിക്കുന്നത് പോലെ വിളക്കങ്ങ് കെടുത്തിയിട്ട് അവരും ഇങ്ങനെ ആംഗ്യം കാണിച്ചു. അങ്ങനെ ഈ വന്ന അതിഥിക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുത്തു. ആ വീട്ടിൽ അന്ന് പട്ടിണിയാണ്. അവിടെയുള്ള മുഴുവൻ ആളുകളും ഒന്ന് ഭക്ഷണം കഴിക്കാതെയാണ് കിടന്നുറങ്ങുന്നത്. നേരം വെളുത്തപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഈ സഹാബി ചൊല്ലുന്നു. ഫഖാല, അവിടെ എത്തിയപ്പോ റസൂലുള്ളാഹിക്ക് വഹി കിട്ടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ സന്തോഷം. ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ട് പറയുന്നു, ലഹിക്കല്ലാഹുൽ ലൈലത ഔ അജിബ മിൻ ഫഅലികുമാ, ഇന്നലെ നിങ്ങൾ രണ്ടാളും ചെയ്ത പ്രവൃത്തി അല്ലാഹുവിന് പെരുത്തിഷ്ടമായിരിക്കുന്നു. പടച്ച തമ്പുരാൻ അത് കണ്ട് ചിരിച്ചിരിക്കുന്നു, നന്നായി ചിരിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിയെ സന്തോഷ വാർത്ത അറിയിച്ചു. എന്ന് മാത്രമല്ല, ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയത്തുമായി വരുന്നു. വയുസിറൂന അലാ അൻഫുസിഹിം, നബിയെ അവർ തങ്ങളുടെ ദേഹങ്ങളെക്കാൾ മറ്റുള്ളവരുടെ കാര്യത്തെ തെരഞ്ഞെടുക്കുന്നു. വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് ആവശ്യമുണ്ടായിട്ട് പോലും. എന്നിങ്ങനെ അതിനെ പുകഴ്ത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുന്നു. നോക്കൂ സുഹൃത്തുക്കളെ, നമുക്കിതിന് കഴിയുമോ? എത്രത്തോളം അവർ സ്നേഹം കാണിച്ചു. എല്ലാം മറന്നുകൊണ്ടവർ തന്റെ സഹോദരന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണ്. വിളക്കണച്ചിട്ട് പോലും തങ്ങളുടേതായ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞേച്ചു കൊടുക്കുന്ന അതിഥിയെ സൽക്കരിക്കാനും സ്നേഹിക്കാനും മാത്രം അവർക്കിടയിൽ സ്നേഹമുണ്ടായി, അവർക്കിടയിൽ കാരുണ്യമുണ്ടായി, അവർക്കിടയിൽ സൗഹാർദ്ദമുണ്ടായി. അതേപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ, യർമൂക്ക് യുദ്ധത്തിന്റെ അവസരത്തിൽ അതാ പല സഹാബിമാരും വെട്ടേറ്റ് കിടക്കുകയാണ്. പലരും മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കിടക്കുകയാണ്. ആ അവസരത്തിൽ അതാ ഒരു സഹാബിക്ക് മറ്റൊരു സഹാബി വെള്ളപ്പാത്രം കൊണ്ടുവരികയാണ്. ദാഹിച്ച് വലയുന്ന ആ മരണ നേരത്ത് ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടി അദ്ദേഹം വെള്ളം വാങ്ങിയിട്ട് വായിലേക്ക് അങ്ങൊഴിക്കാൻ നോക്കുമ്പോ തൊട്ടപ്പുറത്തൊരു സഹോദരന്റെ ഞരക്കം കേൾക്കുന്നു. അയാളും മരണവുമായി മല്ലടിക്കുകയാണ്. എനിക്ക് വേണ്ട, ആ സഹോദരന് കൊടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനേക്ക് ആംഗ്യം കാണിക്കുന്നു. അദ്ദേഹത്തിനേക്ക് എന്ന് നോക്കുമ്പോ അദ്ദേഹവും അപ്പുറത്ത് നിന്ന് ഒരു ഞരക്കം കേൾക്കുന്നു. അദ്ദേഹവും ആ വെള്ളം കുടിക്കാതെ തന്റെ സഹോദരന് നൽകുന്നു. ഇതൊക്കെ ചരിത്രത്തിൽ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതല്ലേ? അത്രമാത്രം അവർ മരണനേരത്തുള്ള ദാഹിക്കുന്ന വെള്ളത്തിന് പോലും എനിക്കാവശ്യമില്ല, തന്റെ സഹോദരനാണ് കൊടുക്കേണ്ടത് എന്ന് പറയാൻ മാത്രം. തൊട്ടപ്പുറത്തുള്ളവർ മിണ്ടാപ്രാണി വന്ന് വെള്ളം കുടിക്കുന്നത് സഹിക്കാത്ത സമൂഹം തനിക്ക് മരണനേരത്ത് പോലും ആ വെള്ളം വേണ്ട, തന്റെ സഹോദരന് കൊടുത്തോളൂ എന്ന് പറയാൻ മാത്രം അവർക്കിടയിൽ സ്നേഹമുണ്ടാക്കിയത് അല്ലാഹു ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അത് ലോകത്ത് ഒരാളെ കൊണ്ട് സാധ്യമല്ല. വലാകിന്നല്ലാഹ അല്ലഫ ബൈന ഖുലൂബിഹിം, അല്ലാഹുവാണ് അവർക്കിടയിൽ ആയോജിപ്പുണ്ടാക്കിയത്. ഇത് നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നു, ഇത് നമ്മൾ മനസ്സിലാക്കുന്നു, ഇത് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയും ചെയ്യുന്നു. എന്തേ സുഹൃത്തുക്കളെ ഈ മാറ്റത്തിന്റെ പിന്നിലുണ്ടായ കാരണം? അത്രമാത്രം അകൽച്ചയിൽ നിന്നിരുന്ന ഒരു സമൂഹം ഇത്രമാത്രം അടുപ്പത്തിൽ വരാൻ എന്തേ കാരണം? അതും നമ്മൾ മനസ്സിലാക്കി വെക്കണം. വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞത് വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാൻ, ഈമാൻ ശരിയായിരുന്ന ആളുകളായിരുന്നു അവർ. ഈമാനാണ് അവരെ ഇങ്ങനെ മാറ്റിയത്, പരസ്പരം ഇത്ര സ്നേഹത്തിലാക്കിയത്. എന്തുകൊണ്ടാണ്? അവർ ഈമാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈമാനാണ് മനുഷ്യർക്കിടയിൽ എന്തുണ്ടാക്കുന്നത്? യോജിപ്പും ഐക്യവും സൗഹാർദ്ദവും കരുണയും ഒക്കെ ഉണ്ടാക്കുന്നത്. മനുഷ്യരിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അടിയുറച്ച വിശ്വാസമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചുള്ള അടിയുറച്ച വിശ്വാസമാണ്. ആ നിലക്ക് അള്ളാഹുവിലും റസൂലിലുമുള്ള വിശ്വാസത്തിലൂടെ ഈമാനിന്റെ ഏറ്റവും വലിയ തിളക്കമാണ് അവരെ ഇങ്ങനെ പരസ്പരം യോജിപ്പിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് യോജിപ്പിനുള്ള മാർഗം എന്താണ്? അതുകൊണ്ട് ഇസ്ലാം പറയുന്ന യോജിപ്പിനുള്ള ഏക മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ മുറുകെ പിടിക്കലാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. വഅ്തസിമൂ, നിങ്ങൾ മുറുകെ പിടിക്കണം, ബിഹബിലില്ലാഹ്, അല്ലാഹുവിന്റെ പാശത്തെ, അല്ലാഹുവിന്റെ കയറിനെ മുറുകെ പിടിക്കണം. വലാ തഫറഖൂ, നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കരുത്. വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ,
നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ കയറിനെ മുറുകെ പിടിക്കണം. പടച്ചതമ്പുരാന്റെ കയറ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യരെ സന്മാർഗം പഠിപ്പിക്കാൻ വേണ്ടി ബന്ധിപ്പിച്ച അവന്റെ ഹബല് അത് പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിന് റസൂലുള്ള നൽകിയ ഏറ്റവും വലിയ യഥാർത്ഥമായ വ്യാഖ്യാനങ്ങളുമാണ്. ആ നിലക്ക് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിക്കൽ മാത്രമാണ് ഭിന്നിക്കാതെ പരസ്പരം ഒരുമിക്കാനുള്ള ഏക മാർഗമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പറയുന്നു. കാരണം ഭിന്നിച്ചാലുള്ള തകരാറെന്താണ്? വലാ തനാസഉ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ഫതഫ്ശലു, അപ്പോൾ നിങ്ങൾ ഛിന്ന ഭിന്നമായി പോകും. വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ ചൈതന്യം അങ്ങ് നശിച്ചു പോകും, നിങ്ങളുടെ കാറ്റ് പോയി പോകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പരിശുദ്ധ ഖുർആനിന്റെയും റസൂലുള്ളാഹിയുടെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു യോജിപ്പ്, ആ രൂപത്തിലുള്ള ഒരു ഐക്യം, അതിലൂടെ മാത്രമാണ് സഹാബിമാര് നന്നായത്. പണമല്ല അവരെ യോജിപ്പിച്ചത്, മറ്റെന്തെങ്കിലും ഭൗതിക ലോകത്തിന്റെ സൗകര്യങ്ങളല്ല അവരെ യോജിപ്പിച്ചത്. അള്ളാഹു അവരെ പരസ്പരം ഇണക്കിയത് ഈമാൻ എന്ന കയറിലൂടെയാണ്. അതാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ കയറിനെ മുറുകെ പിടിച്ചോ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ എപ്പോഴും സംഘടിതരായി തന്നെ നിൽക്കണം. ഒറ്റക്കൊറ്റക്ക് നിന്നുകൊണ്ടല്ല കാര്യങ്ങൾ നടത്തേണ്ടത്. ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്, എന്തിനാണ് നമുക്കൊരു സംഘടന, എന്തിനാണ് നമുക്കൊരു സംഘം, നമുക്ക് ഓരോരുത്തർക്ക് ഒറ്റക്കൊറ്റക്ക് ചെയ്താൽ പോരെ. അലൈക്കും ബിൽ ജമാഅ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ സംഘത്തോടൊപ്പം നിൽക്കണം. ഫഇന്നമാ യഅകുലു ദിബുൽ ഖാസിയ, ചെന്നായക്ക് പിടിച്ചു നിന്നാൻ എളുപ്പം കൂട്ടം തിരിഞ്ഞ് ഒറ്റയായി നിൽക്കുന്ന ആട്ടിൻകുട്ടിയെയാണ്. ചെന്നായക്ക് നശിക്കാൻ എളുപ്പം കൂട്ടത്തിൽ നിൽക്കുന്ന ആടുകളെയല്ല നശിപ്പിക്കാൻ ഇഷ്ടം. കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ട് ഞാൻ കൂട്ടത്തിൽ നിൽക്കാൻ എന്നെ കിട്ടുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ആട്ടിൻകുട്ടിയുണ്ടെങ്കിൽ അതിനെയാണ് ചെന്നായക്ക് നശിപ്പിക്കാൻ എളുപ്പം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ ഒരു സംഘം, ആ പരസ്പരമുള്ള സൗഹാർദ്ദവും ഒരുമയും എന്തിനു വേണ്ടിയാണ് സംഘത്തിൽ ചേരേണ്ടത്, എന്തിനു വേണ്ടിയാണ് സംഘത്തിൽ പ്രവർത്തിക്കേണ്ടത്? എല്ലാ തോന്നിയാസങ്ങൾക്കും ന്യായീകരണം കണ്ടെത്താനല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, വതആവനൂ അലൽ ബിർരി വത്തഖ്വാ, പുണ്യത്തിന്റെയും ഭക്തിയുടെയും വിഷയങ്ങളിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കണേ, നിങ്ങൾ പരസ്പരം സഹവർത്തിത്വം കാണിക്കണേ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണേ. വലാ തആവനൂ, നിങ്ങൾ ഒരിക്കലും സഹകരിച്ചു പോകരുത്, നിങ്ങൾ ഒരിക്കലും സഹായിച്ചു പോകരുത്. അലൽ ഇസ്മി വൽ ഉദ്വാൻ, തെറ്റിന്റെയും ശത്രുതയുടെയും കാര്യത്തിൽ തെറ്റ് ചെയ്യുമ്പോൾ സഹകരിച്ചു കൊടുക്കരുത്, ശത്രുതയുള്ള വിഷയങ്ങളിൽ സഹകരിച്ചു കൊടുക്കരുത്. അതല്ലാതെ തഖ്വയുടെയും പുണ്യത്തിന്റെയും കാര്യങ്ങളിൽ പരസ്പരം നീ യോജിച്ചു നിന്നോ, നീ സൗഹാർദ്ദത്തിൽ നിന്നോ പരസ്പരം സഹായികളായിക്കൊള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇതിനു വേണ്ടി ഈ രൂപത്തിൽ യോജിച്ച് നിന്നുകൊണ്ട് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി, നിങ്ങളിൽ നിന്നൊരു സമുദായം ഉണ്ടാകട്ടെ. ഈമാൻ കൊണ്ട് ബലിഷ്ഠമായ ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? ആ സമൂഹത്തിൽ നിന്നുണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ മാതൃക എന്താണ്? നിങ്ങൾ അവർ യദ്ഊന ഇലൽ ഖൈരി, നന്മയിലേക്ക് ക്ഷണിക്കണം. വയഅ്മുറൂന ബിൽ മഅറൂഫി, നല്ല കാര്യം കൊണ്ടവർ ജനങ്ങളോട് കൽപ്പിക്കണം. വയൻഹൗന അനിൽ മുൻകരി, വെറുക്കപ്പെട്ട കാര്യങ്ങൾ കണ്ടാൽ അതിനെതിരെ ശക്തമായി അതിനെ തടയുകയും ചെയ്യണം. അങ്ങനെ നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സംഘം നിങ്ങളിൽ നിന്നുണ്ടാകണം. ആ സംഘത്തിലെ ആളുകളെ പരസ്പരം ഇണക്കേണ്ടത്, അവരെ യോജിപ്പിക്കേണ്ടത്, അവർക്ക് തമ്മിൽ സൗഹാർദ്ദം ഉണ്ടാക്കേണ്ടത് പണമോ അധികാരമോ സ്വാധീനങ്ങളോ അല്ല, ഈമാനാകുന്ന ബലിഷ്ഠമായ കയറിൽ പിടിച്ചുകൊണ്ടാണ് അവർ യോജിക്കേണ്ടത്. ഇങ്ങനെ യോജിച്ചാൽ പടച്ചതമ്പുരാൻ പറയുന്നു, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായമുണ്ടാകും. ആ രൂപത്തിലുള്ള ഒരു യോജിപ്പ്, ഈമാനികമായ ഒരു യോജിപ്പ്, ഈമാനികമായിട്ടുള്ള എല്ലാ നിലക്കും അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ചിരുന്ന ആ നിലക്കുള്ള ഒരു യോജിപ്പ്, അതാണ് ഒരു സമൂഹത്തിന്റെ വിജയത്തിന്റെ നിദാനം. അതില്ലാതെയായാൽ തകർച്ചയാണ്, ഏറ്റവും വലിയ പരാജയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്ന ഇസ്ലാമിന്റെ സുന്ദരമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തുന്ന വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും
സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമികമായ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു യഥാർത്ഥമായ ഈമാനും ആ നിലക്കുള്ള ഒരു ഐക്യവും ഒരുമയും നിലനിർത്തി തരാൻ പടച്ച തമ്പുരാനോട് ദുആ ചെയ്യുക. അർഹമർ റഹീമീനായ തമ്പുരാൻ നമ്മെ ഏവരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. അല്ലാഹു നമ്മെ ഏവരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ ബാധ്യത ഒന്നിച്ചു നിന്നുകൊണ്ട്, ഒരുമയോടുകൂടി നിന്നുകൊണ്ട് നന്മയിലേക്ക് ക്ഷണിക്കുകയും നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും ചീത്ത കാര്യങ്ങളെ എതിർക്കുകയും വിരോധിക്കുകയും ചെയ്യുക എന്നതാണ്. ഇതുകൊണ്ടാണ് ഒരു സമൂഹം നല്ല സമൂഹമായി മാറുന്നത്. ശുദ്ധ ഖുർആനിൽ ഇതേ അധ്യായത്തിൽ തന്നെ സൂറത്ത് ആലി ഇംറാനിൽ തന്നെ കേൾക്കാം, കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്തിനോടാണ് ആദ്യമായി ഇത് പറയുന്നത്. ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അത് ബാധകവുമാണ്. ഈ സമൂഹത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഖൈറു ഉമ്മത്താണ് നിങ്ങൾ. എന്താണ് മുസ്ലിം സമുദായത്തിന്റെ ഐഡന്റിറ്റി? മറ്റുള്ള സമൂഹത്തിന് മാതൃകയാവേണ്ട മുസ്ലിം ഉമ്മത്തിന്റെ ഐഡന്റിറ്റി എന്താണ്? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി. നിങ്ങൾ നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കണം, ചീത്ത കാര്യം കണ്ടാൽ നിങ്ങൾ അതിനെ എതിർക്കണം. അതാണ് ഈ സമൂഹത്തിന്റെ ഐഡന്റിറ്റി. പടച്ച തമ്പുരാന്റെ റസൂല് പറയുന്നു, നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കണം, തിന്മ കൊണ്ട് വിരോധിക്കണം. അല്ലെങ്കിലോ ആ പണി നിങ്ങൾ അവസാനിപ്പിച്ചാലോ? ആ പണി അവസാനിപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കിടയിൽ പരസ്പരം ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് ശത്രുതയിലാക്കി പരസ്പരം തമ്മിലടിപ്പിച്ചു കളയും. അങ്ങനെ അവൻ നിങ്ങളെ നശിപ്പിച്ചു കളയും. നിങ്ങൾ നോക്കൂ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാതെ ഒരു സമൂഹത്തിൽ എങ്ങനെ ഐക്യമുണ്ടാകാനാണ്? ഒരു സമൂഹം ചെയ്യുന്ന എല്ലാ തിന്മകളോടും മിണ്ടാതിരുന്നാൽ, ആ തിന്മയെ എതിർത്താൽ ഭിന്നിപ്പുണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു തിന്മക്കെതിരെ മിണ്ടാതിരിക്കുന്നത് ഇസ്ലാമികമാണോ? നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകളെ സമൂഹത്തിന് എന്നും വെറുപ്പാണ്. അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷത്തിനും എന്താണ്, അത്തരം രംഗത്തേക്ക് വരാൻ പേടിയാണ്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്നും പ്രയാസങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് മാത്രമല്ല, മുൻഗാമികളായ അമ്പിയാക്കന്മാരുടെ മുഴുവൻ പാത പരിശോധിച്ചു നോക്കിയാൽ ഇസ്ലാമികമായ രംഗത്ത് ഉറച്ചു നിന്നവർക്കൊക്കെ ഏറ്റവും വലിയ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്നും തുടരുകയാണ്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരെ എല്ലാവരും വെറുക്കുന്നു. മുഖം നോക്കാതെ സത്യത്തെ സത്യമായി പറയുന്നവരെ എല്ലാവരും ഭയപ്പെടുന്നു, വെറുക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ആഴ്ച ഒരു മതപണ്ഡിതനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു. ഒരു മതപണ്ഡിതനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു. ഈ സമുദായത്തിന്റെ പുറത്തുള്ള ശത്രുക്കളല്ല, സമുദായത്തിന്റെ അകത്തുള്ള ശത്രുക്കൾ. സമുദായത്തിന്റെ അകത്തുള്ള ശത്രുക്കൾ പട്ടാപ്പകൽ രാവിലെ 11:30 മണിക്ക് ഒരു മതപണ്ഡിതനും അദ്ദേഹത്തിന്റെ കുടുംബവും സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തിയിട്ട് വടിവാളും കുന്തവും ചെയിനും അതുപോലെ തന്നെ കെട്ടുകത്തിയുമായി അദ്ദേഹത്തെ മാരകമായി മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചു. പടച്ച തമ്പുരാന്റെ വലിയ ഒരു തൗഫീഖ് കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. മാരകമായ വലിയ മുറിവുകൾ ഏൽക്കാതെ തലയുടെ പിൻഭാഗത്തൊരു വല്ലാത്ത ആഴത്തിലല്ലാത്ത ഒരു മുറിവും അതുപോലെ തന്നെ ശരീരത്തിന്റെ ഭാഗങ്ങളിലൊക്കെ വെട്ടും കുത്തുമേറ്റ് മരണത്തിന്റെ വക്കിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് അൽഹംദുലില്ലാഹ്. സുഹൃത്തുക്കളെ, എന്താണ് ഇതിന്റെ കാരണം? ഇസ്ലാമിന്റെ പേരും പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന കക്ഷികൾ, ഇസ്ലാമിന്റെ പേരും പറഞ്ഞുകൊണ്ട് അവകാശപ്പെടുന്ന കക്ഷികൾ, വാളെടുക്കാനും കുന്തമെടുക്കാനും പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് പറ്റാത്തവരെയൊക്കെ വെട്ടിനിരത്തും എന്ന രൂപത്തിലുള്ള തീവ്രവാദവും കൊണ്ട് നടക്കുന്ന കക്ഷികൾ, ആ രൂപത്തിലുള്ള വളരെ മോശപ്പെട്ട സംഗതികളുമായി ഇസ്ലാമിന്റെ ദഅവത്തിനെ തകർക്കാനാണ് ശ്രമമെങ്കിൽ അത് വെറും പെക്കിനാവ് മാത്രമാണ്, ഒരിക്കലും നടക്കുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ദുശ്ശക്തികളിൽ നിന്ന് ഈ മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇസ്ലാമിന് ചീത്തപ്പേരുണ്ടാക്കിക്കൊണ്ട് തീവ്രവാദം വളർത്തുന്ന, അതേപോലെ തന്നെ മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് ജനങ്ങളെ, യുവാക്കളെ നയിച്ചു കൊണ്ടുപോകുന്ന ആ രൂപത്തിലുള്ള മുഴുവൻ ദുശ്ശക്തികൾക്കും പടച്ച തമ്പുരാൻ അവർക്ക് നേരിട്ട് മാർഗം കാണിച്ചു കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുകയല്ലാതെ എന്തുണ്ട് മാർഗം? സുഹൃത്തുക്കളെ, എത്രമാത്രം വേദനാജനകമാണ്. എന്ത് തെറ്റാണ് ഈ സമുദായത്തിൽ പണ്ഡിതന്മാർ ചെയ്യുന്നത്?
ഈ സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കുന്നു. ശിർക്കിനെതിരെ കൃത്യമായി പറയുന്നു. ഇസ്ലാമിൻ്റെതായ ആശയത്തെ ജനങ്ങളോട് പറയുന്നു. അതിലെന്താണ് ഇത്ര വലിയ വിഷമം? ആശയത്തെ ആശയം കൊണ്ട് നേരിടാതെയാകാൻ കഴിയുമ്പോ ഏറ്റവും വലിയ ഈ രൂപത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ, ഗുണ്ടായിസം കാണിക്കാനൊക്കെ മനുഷ്യന്മാര് തയ്യാറാവുക എന്ന് പറയുമ്പോ അതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ ഞങ്ങളാണ് ഇസ്ലാമിനെ പ്രതിരോധിക്കുന്നത് എന്ന് പറയുന്ന കക്ഷികൾ കൂടിയാകുമ്പോഴോ എത്രമാത്രം വളരെ വേദനാജനകമാണ്, പ്രതിഷേധാർഹമാണത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇസ്ലാം എന്ന് പറയുന്നത് പരസ്പരം എല്ലാ രൂപത്തിലുള്ള ആളുകളെയും കൂട്ടിക്കെട്ടിയിട്ടുണ്ടാക്കുന്ന ഒരു മുന്നണിയല്ല. ശിർക്ക് ചെയ്യുന്നവനും നമ്മുടെ പാർട്ടിയിൽ ഉണ്ടായിക്കോട്ടെ, ബിദഅത്ത് ചെയ്യുന്നവനും ഉണ്ടായിക്കോട്ടെ, ഐക്കല്ല് കെട്ടിയവനും ഉണ്ടായിക്കോട്ടെ, ജാറത്തിന്റെ മുമ്പിൽ സുജൂദിന് പോകുന്നവനും ഉണ്ടായിക്കോട്ടെ, അല്ലാത്തവനും ഉണ്ടായിക്കോട്ടെ, നമുക്ക് മുസ്ലിമീങ്ങളുടെ ഒരു കൂട്ടായ്മ ഇങ്ങനെ ഉണ്ടായാൽ മതി. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നാണോ വിചാരിച്ചത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിരുന്നിട്ടുണ്ടോ? അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകണമെങ്കിൽ ഈമാന് വേണം, പരസ്പരം ഒരുമ വേണമെങ്കിൽ, പരസ്പരം ഒരുമ വേണമെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരുമ ഈമാനികമായ ഒരുമയാണ്. അതല്ലാതെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമോ? ആയുധബലം ഉണ്ടായതുകൊണ്ട് സഹായം ഉണ്ടാകുമോ? ആൾബലം ഉണ്ടായതുകൊണ്ട് സഹായം ഉണ്ടാകുമോ? സാമ്പത്തികമായി ശേഷി ഉണ്ടായതുകൊണ്ട് അള്ളാഹു സഹായിക്കുമോ? എങ്കിൽ അള്ളാഹു ബദർ യുദ്ധത്തിൽ ബദരീങ്ങളുടെ ശത്രുകക്ഷിയെയല്ലേ സഹായിക്കേണ്ടിയിരുന്നത്? അവരുടെ കയ്യിലല്ലേ ആയുധങ്ങൾ ഉണ്ടായിരുന്നത്? അവർക്കല്ലേ ആൾബലം ഉണ്ടായിരുന്നത്? അവർക്കല്ലേ സമ്പത്തുണ്ടായിരുന്നത്? എന്നിട്ടും ആൾബലമില്ലാത്ത, ആയുധമില്ലാത്ത, സാമ്പത്തികമായ ശേഷിയില്ലാത്ത 300-ലേറെ വരുന്ന ഈ സഹാബത്തിനെ, ബദരീങ്ങളെയല്ലേ അല്ലാഹു സഹായിച്ചത്? എന്തേ കാരണം? ഇവരുടെ കയ്യിലില്ല, അവരുടെ കയ്യിലില്ലാത്ത ഒന്ന് ബദരീങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അത് ഈമാൻ മാത്രമാണ്. ഈമാൻ ഉള്ളവരെ മാത്രമേ സുഹൃത്തുക്കളെ അല്ലാഹു സഹായിക്കൂ. ഈമാനില്ലാത്ത എല്ലാ അലവലാദികളും കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടൊരു മുന്നണി ഉണ്ടാക്കിയാൽ അതിന് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമോ? എന്നിട്ട് അവൻ ആയുധമെടുത്തുകൊണ്ട് പറയുക, നമുക്ക് ഹിന്ദുക്കളെ കൊല്ലണം, മറ്റോനെ കൊല്ലണം, ഇവനെ തട്ടണം എന്ന് പറഞ്ഞാൽ അള്ളാഹുടെ സഹായം ഉണ്ടാകുമോ? ഇപ്പുറത്ത് മുസ്ലിമാന്ന് പറഞ്ഞു നടക്കുന്നവന് ഈമാൻ ഉണ്ടെങ്കിലല്ലേ അപ്പുറത്തുള്ളവനെതിരെ പോകുമ്പോ അള്ളാന്റെ സഹായം ഉണ്ടാകൂ. അപ്പൊ ഇസ്ലാം പഠിച്ചിട്ടല്ല, ഖുർആൻ പഠിച്ചിട്ടില്ല, ഹദീസ് പഠിച്ചിട്ടില്ല, സന്ദർഭത്തിൽ എന്ന ആയത്തും ഹദീസും പഠിച്ചുകൊണ്ട് അടർത്തിയെടുത്തുകൊണ്ട് ഇരുട്ടിന്റെ മറവിൽ ജനങ്ങൾക്ക് വേണ്ടി സ്വകാര്യമായി ക്ലാസ് എടുത്തിട്ട് യുവാക്കളുടെ രക്തം തിളപ്പിക്കുന്ന ഈ ദുഷ്പ്രവണതയില്ലേ, ഇത് ഇസ്ലാം അല്ല സുഹൃത്തുക്കളെ. ഒന്ന് തിരിച്ചറിയണം. ഇസ്ലാം എന്താണെന്ന് പഠിക്കണം. ഇസ്ലാം പഠിക്കുമ്പോ ഇസ്ലാമിന്റെ ചരിത്രമൊക്കെ പഠിക്കണം. അങ്ങനെ പരസ്പരം മുസ്ലിമീങ്ങൾ തമ്മിൽ സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ വക്താക്കളാവണം. നോക്കണം നിങ്ങൾ. എന്നിട്ട് ഇത് പറയുന്ന ആളുകളാണ് സ്വന്തം സമുദായത്തിൽപ്പെട്ട മതപണ്ഡിതനെ വെട്ടിക്കൊന്ന് കശാപ്പ് ചെയ്യാൻ വേണ്ടി നടക്കുന്നത്. നോക്കണം എന്താണ് ഇവരുടെയൊക്കെ ഉള്ളിലുള്ള താല്പര്യം. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ യഥാർത്ഥമായ ഇൽമിന്റെ കുറവാണ്, പഠിപ്പിന്റെ കുറവാണ്. അവിടെ അറിവ് നേടണം സുഹൃത്തുക്കളെ. നമ്മൾ അറിവ് നേടുക. നമുക്ക് അള്ളാഹുവിന്റെ ഖുർആനും ഹദീസും എല്ലാ ഭാഗത്തു നിന്നും പഠിച്ച് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് താനെ ഇത്തരത്തിലുള്ള ഈ ദുൽമുകളൊക്കെ അവസാനിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ഈമാനികമായ ഹബ്ലുള്ളയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഉള്ളവരൊരുമ. പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നന്മയുടെ കാര്യത്തിൽ സഹകരിക്കുക, തിന്മയുടെ കാര്യത്തിൽ നിസ്സഹകരിക്കുക. അഭിപ്രായ വ്യത്യാസം ഒരു കാലത്തും തീരൂല. ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. എത്ര വിചാരിച്ചാലും ലോകത്തെല്ലാവരും ഒന്നാകാൻ പോകുന്നില്ല. പക്ഷേ യോജിക്കാവുന്ന കാര്യങ്ങളിൽ യോജിച്ചുകൊണ്ട്, വിയോജിക്കാവുന്ന കാര്യങ്ങൾ, വിയോജിക്കേണ്ട കാര്യങ്ങളിൽ വിയോജിക്കുക. അതല്ലേ ഞാൻ നേരത്തെ കൽപ്പിച്ചത്, തആവനു വലൽ ബിർരി വത്തഖ്വ വലാ തആവനു വലൽ ഇസ്മി വൽ ഉദ്വാൻ. അതല്ലാതെ രക്തം തിളപ്പിച്ച് പരസ്പരം വെട്ടിനുറുക്കാൻ നിന്നാൽ ഇതെവിടെയാണ് അവസാനിക്കുക? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാം അത് സമാധാനമാണ്, സ്നേഹമാണ്, കാരുണ്യമാണ്. അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം അറിവാണ്. അറിവില്ലാതെയാകുമ്പോൾ ജഹാലത്തുകൾ പ്രവർത്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ജഹാലത്ത് പ്രവർത്തിച്ചുകൊണ്ട് ഈ സമുദായത്തിന് ദുഷ്പേര് വരുത്തുന്ന എല്ലാ രൂപത്തിലുള്ള ദുശ്ശക്തികളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ പരീക്ഷണങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന് റഹ്മാനായ തമ്പുരാൻ നമുക്ക് മോചനം നൽകുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളുള്ളവർക്ക് പടച്ച തമ്പുരാൻ ആ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. കടദാരിദ്ര്യത്തിൽ കുടുങ്ങിക്കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കടദാരിദ്ര്യങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.